ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. ഇതെല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളല്ലേ? ഇതെല്ലാം ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ. അതെല്ലാം നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കും. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. സങ്കീർത്തനം 27:14. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. നമ്മളെപ്പോഴും ദൈവത്തിൽ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കണില്ല, ദൈവം എങ്ങും എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല. നമ്മളെക്കാളും നമുക്ക് ദൈവത്തിൻ്റെ മക്കളല്ലേ. നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ പറയണത് എന്തെങ്കിലും നമുക്ക് സാധിച്ചു കൊടുത്തില്ലേ, എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ചിന്തയല്ലേ. ദോഷികളായ നിങ്ങളുടെ മക്കളെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിതാവായി ഞാൻ എത്രയധികം അത് എപ്പോഴും ഓർത്തോണം. ദൈവത്തിൻ്റെ കണ്ണ് നമ്മൾ തന്നെയുണ്ട്. അതിങ്ങനെ ദീർഘക്ഷമയോട് കൂടി ഇരിക്കുക. വലിയ വാഗ്ദത്തങ്ങളായിരിക്കും വന്ന് സംഭവിക്കണേ. ഇതുകൂടെ ഒന്ന് വായിച്ചേക്കാട്ടെ. സദൃശവാക്യം 29:11. എന്നെ എപ്പോഴും എന്നോട് പറഞ്ഞേക്കണം വചന. മൂടൻ തൻ്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു. അപ്പം ഞാനൊരു മൂഢ സ്ത്രീയായിരുന്നു എന്ന് എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായത്. ദേഷ്യം പുറത്ത് വെളിപ്പെടുത്തുന്നവനെ മൂടൻ എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്നതാണ് സത്യമുള്ളൂ. ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. ബോധമുള്ളവൻ ദേഷ്യം വരുമ്പോൾ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. ജ്ഞാനി. നമുക്ക് മൂഢനായിട്ട് അറിയപ്പെടണോ ജ്ഞാനിയായിട്ട് അറിയപ്പെടണോ? നമുക്ക് ജ്ഞാനിയായിട്ട് അറിഞ്ഞാൽ പോരെ. അപ്പോൾ ജ്ഞാനമുള്ളതെന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നവന് ദേഷ്യത്തിനെ അടക്കാൻ പറ്റും. അത് സത്യമാട്ടോ. എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് അടക്കാൻ പറ്റണില്ല. പക്ഷേ പണ്ടത്തെക്കാലൊക്കെ ഒത്തിരി ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ട്. ആ ക്യാരക്ടർ പൊട്ടത്തരം കളിവാക്കെ ചേർച്ചയല്ലാത്ത ഒന്നും വേണ്ട. ദേഷ്യമൊക്കെ മാറിക്കോട്ടെ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആട്ടോ. അതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കളറല്ലേ. അപ്പോൾ കേക്ക് മുറിക്കലിൻ്റെയൊക്കെ ഞാൻ മുടിയുടെ കൂടെ ഇടാട്ടോ ലാസ്റ്റ്. പിന്നെ അപ്പോൾ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ മാത്രം പറഞ്ഞാൽ പോരാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ജ്ഞാനത്താൽ നിറയണം, ആത്മീയമായിട്ട് വളരണം. എൻ്റെ വലിയ പുതിയ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടുകൂടി സകല നന്മയും പിമ്പടയാം. ദൈവത്തിൻ്റെ ആത്മീയമായിട്ട് ആത്മീയമായിട്ട് എങ്ങനെ വളർന്ന ദൈവത്തോട് ചേർന്നിരുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കുമ്പോൾ അതോടുകൂടി പിന്നെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. അതോടുകൂടി സകല നന്മയും പിമ്പടയാം. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിറയാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഷെയർ ചെയ്യണ ആരും മറക്കരുത്. ഞങ്ങളുടെ സമ്മാനം 1000 രൂപയുടെ കിട്ടും. പിന്നെ അതുകൂടാണ്ട് യേശുവിൻ്റെ കൃപ എപ്പോഴും നിങ്ങളോട് കൂടെ കാണും. യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിൽ, 3ലും. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഓർഡർ ത്രൂവിലേക്ക് ഇട്ട് കൊടുത്തേക്കുക. അതിൽ നിന്ന് ഞങ്ങൾക്കെടുത്ത് എല്ലാ മാസവും വരണുണ്ടല്ലോ 2 മാസമായിട്ട്. അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എന്നാണെന്നറിയാമോ? സാരിയുടെ അതിമനോഹരമായ ഇത് നിങ്ങൾ കണ്ടോ? ഒറിജിനൽ ബനാറസിന് വെല്ലണം ബനാറസ് സാരി. ഓ എൻ്റെ അമ്മ, എന്ത് ഭംഗിയുള്ള ബനാറസ് സാരിയാണ്. എത്രയാ ഇത്? 1990. അയ്യോ, ഒരു നല്ലൊരു പേസ്റ്റ് ചാട്ട് ബ്രിക്ക് കളർ എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റൽ ബ്രിക്ക് കളർ എന്ന് പറയാം. ബ്ലൗസ് എന്നാ നോക്കട്ടെ കേട്ടോ. ബ്ലൗസ് എന്നാ ഏതാ? ഇതല്ലേ ബ്ലൗസ്? ഇതാട്ടോ ബ്ലൗസ്. ബ്ലൗസിൻ്റെ അരികത്ത് ബോർഡർ ഒന്നുമില്ല. അടിപൊളി സാരി ആട്ടോ. 1990. നല്ല പേസ്റ്റ് കളേഴ്സാണേ. ഏതെടുക്കണമെന്ന് കൊതിക്കും. ഇപ്പം ബനാറസിൻ്റെ കാലമല്ലേ. ഇപ്പം ബനാറസിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാഞ്ചീപുരം കൊടുത്താലും ഔട്ടാവും കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു കാഞ്ചീപുരം കൊടുത്താൽ പോയേ, പക്ഷെ ക്ലിക്ക് ചെയ്തില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ബനാറസാണ്. അപ്പോൾ ഒറിജിനൽ ബനാറസ്, ഇങ്ങനത്തെ ഒരു ബനാറസ് ഒറിജിനലിന് 15,000 എന്നായാലും വിലയാവും. ഇത് കണ്ടാലും ഒരു ഉടുത്തൊക്കെ അങ്ങ് ചെല്ലുമ്പോൾ ഇതിനൊക്കെ നല്ലൊരു പേളിൻ്റെ മാലയോ അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ സൂപ്പറായിരിക്കും. ഒറിജിനലിനെ വെല്ലും. അപ്പോൾ ആകെ വില ഇത്രയേ ഉള്ളൂ. 100
രസമല്ലേ കളേഴ്സ്, കൊതിയാവൂ അല്ലേ? സൂപ്പർ കളേഴ്സാണ് കേട്ടോ. കറക്റ്റ് കളറാണോ അത്? ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റ് കളറാണോ നോക്കണേ. ഏകദേശം 90% കളറ് വീഡിയോയിലും ഫോട്ടോയിലും കറക്റ്റ് ആയിരിക്കും. പിന്നെ താഴെ ചെന്ന് എവര് ഫോട്ടോ എടുക്കുമ്പോഴാണ് എല്ലാ പ്രോബ്ലം ഉണ്ടാകുന്നത്. ആ വെട്ടത്തിട്ട് ഒരു അത് നമ്മളായാലും വീട്ടിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ഇത് ലൈറ്റൊന്നും ഇടാണ്ട് സ്പെഷ്യൽ മൂവി ഇങ്ങനെ കളർ കറക്റ്റ് വരാൻ വേണ്ടി ഇങ്ങനത്തെ ഈ കളർ തന്നെയാണ് ഞാൻ ഡൈ ചെയ്യാനൊരു സാരി കൊടുത്തേക്കണം. നല്ല കളറല്ലേ, പച്ചയും മഞ്ഞയും കൂടെ കൂടിയൊരു കളറ്, സെയിം കളറ് ഡൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ സാരി ഉടുത്ത് വീഡിയോ ചെയ്യാം. എൻ്റെ മുന്നേ എനിക്ക് വട്ട് പിടിച്ച് കുറേ നേരത്തെ എടുത്ത് വെച്ചാൽ ഡൈ ചെയ്യാം. അത്രയും നല്ല കളറൊന്നും ഇല്ലായിരുന്നല്ലോ, 5-6 ഒന്നിച്ച് എടുത്ത് വെച്ചു. എന്നിട്ട് ഡൈ ചെയ്തതൊന്നും ശരിയായില്ല. പിന്നെ അത് റീഡൈജിങ്ങാണ് ഇപ്പോൾ തോന്നുന്നത്. നല്ല പേസ്റ്റ് കളേഴ്സ്. ഒരെണ്ണം പോലും മാറ്റി വയ്ക്കാൻ പറ്റില്ല കേട്ടോ, അത്ര അതിമനോഹരം. 1990 ഉള്ളൂ. ഇനി ഒരു 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് ഇനി ബനാറസ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ ഇനി വേറെ വല്ലതൊക്കെ. കാരണം എന്താ വെച്ചാൽ കാഞ്ചീപുരം ഇതുപോലത്തെ അതങ്ങ് കുറേ കാലമായില്ലായിരുന്നോ. അപ്പോൾ അത് കാരണമാണ്. ഈ സാരി ഇപ്പോൾ ഭയങ്കര ബനാറസ് ബോർഡറും ലിനൻ സാരി. ഇത് സൂപ്പറായിട്ട്. ഇവിടെ സ്മോൾ, ഇവിടെ കൊണ്ട് എന്ത് വീതിയുള്ള ബോർഡറാന്ന്. വലിയ വിലയില്ല കേട്ടോ, 1990. ഇതൊക്കെ എല്ലാം പ്രീമിയം സാരിയൊക്കെയാണ്. നല്ല ശരിക്കും ഫങ്ഷൻ വെയറിനൊക്കെ കൊടുക്കുകയും ചെയ്യാം. 1990 ഒരു സാരിക്ക് നമ്മളൊന്ന് കടയിൽ ചെന്നേ അപ്പോൾ അറിയാം അത്രയും നല്ല സാരികൾ ഈ വിലയ്ക്ക് കിട്ടുമെന്ന്. ബ്ലൗസ് പ്ലെയിൻ തന്നെയല്ലേ വന്നെ ഇതിൻ്റെ? അതോ അല്ല അല്ലേ? ബ്ലൗസ് ഇതിൻ്റെ ഇതിൻ്റെ പ്ലെയിനാണ് വന്നേക്കണം. ഇതിൻ്റെ പ്ലെയിനാണ്, അതിനൊക്കെ പ്ലെയിൻ അല്ലേ? പ്ലെയിൻ ബ്ലൗസ് ആട്ടോ തന്നെ. സൂപ്പർ സാരി ആട്ടോ. ഇത് രസമല്ലേ? ഇവിടെ ഇങ്ങനെ ഉണ്ടോ ചെറിയ ബോർഡർ, ഇവിടെ ഇത്രയും വീതി. നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ശോഭന സ്റ്റൈലിലിരിക്കും. താപ്പങ്ങിയില്ലേ പിൻ ചെയ്താൽ രസമായിരിക്കും. അങ്ങനെയാണ്. പണ്ട് ഇങ്ങനെയൊക്കെ ഇടില്ലായിരുന്നു, ശോഭന സ്റ്റൈലിൽ ഇങ്ങനെ. എൻ്റെ ഇവിടെ ചെറിയ കളർ ഇങ്ങനെ കാണുന്ന പോലെയൊക്കെ ഓർക്കണ്ടോ? നിങ്ങൾക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ. നിങ്ങൾ തലവെടുക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ? പിന്നെ ഇപ്പോൾ പണ്ട് സുഹാസിനി സ്റ്റൈലും ശോഭന സ്റ്റൈലൊക്കെയാണ്. അന്ന് സാരിയിൽ എന്തെല്ലാം ഫാഷനായിരുന്നു അല്ലേ? എല്ലാത്ത ഭംഗിയുള്ള കളേഴ്സാന്ന് നോക്കി. നല്ലൊരു സിൽക്ക് സാരി ആട്ടോ. 1990, 2000 രൂപയുള്ളൂ. പക്ഷെ നല്ലതാണ്. ഇപ്പോൾ കാണിച്ച 2 സാരി നമുക്ക് ഫങ്ഷന് വരണം. ഇപ്പം എടുത്തു വെച്ചോട്ടോ. എൻ്റെ കസിൻ്റെ കസിൻ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണം ജൂണിൽ. ഇപ്പോഴേ സാരി തരണം. അങ്ങനെ സാരി നേരത്തെ എടുത്തു വെക്കണം. എൻ്റെ പൊന്നെ ഞാൻ കൃത്യസമയത്ത് ഓടാനില്ല, ഭയങ്കര പാടാം. കൃത്യസമയത്ത് ഒന്നും കിട്ടില്ല. നല്ല ഗ്രീനല്ലേ? ഒരു സാരി ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാൻ പോവുക. ഒരെണ്ണം 3-4 വേണം. 3-4 ഫങ്ഷനുണ്ട്. നല്ലൊരു ഗ്രീനിലെ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ചാണകപ്പച്ച എന്നൊക്കെ പറയണത്. ഇത് എലിഫൻറ്റ് ഗ്രീൻ എന്ന് പറയാം അല്ലേ? അല്ല, എലിഫൻറ്റ് ഗ്രീൻ അല്ലല്ലോ, ചാണകം. കർത്താവിശോ, സോറി കേട്ടോ. അതൊക്കെ മാറ്റി കളഞ്ഞാൽ ഇതിൽ നിന്ന് കളയാൻ പറ്റില്ല. വീഡിയോ ഒന്നും ഇപ്പം കൊണ്ടേ പോസ്റ്റ് ചെയ്യണ്ട. ആ തമ്പുരാനെ ഇനി ചോദിച്ചോപ്പാ, എനിക്ക് വയ്യ. ഇനി ഇവിടെ പെടുത്തുണ്ടായിരുന്നല്ലോ കേരള സാരി. ഇങ്ങനെ പെടുത്തുണ്ടായിരുന്നല്ലോ. ജസ്റ്റ് കാണിച്ചാൽ മതിയാവും. അതെയോ? വിഷു പ്രമാണിച്ച് കേരള സാരികൾ പയ്യെ ഇറങ്ങി തുടങ്ങി കേട്ടോ. ആദ്യമേ ഒക്കെ നല്ല രസമുള്ളത് കിട്ടണം. പിങ്കിൻ്റെ കുറേ വന്നിട്ടുണ്ട്. എത്ര? 799.
പിങ്ക് പിങ്ക് ഒരു ചേഞ്ചിന് പിങ്ക്. അതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണോ? സെയിമാ. ഞാൻ സ്ട്രൈസിൻ്റെ പിങ്ക് അടിപൊളി. ഇത് സെറ്റ് മുണ്ട് വേണം. ഇത് അതിൻ്റെ സെറ്റ് മുണ്ട് കേട്ടോ, പിങ്കിൻ്റെ. ഇത് 899 സെറ്റ് മുണ്ട് പിങ്ക്. ഇതെങ്ങനെയാണ് പിടിക്കണ്ടേ? സെറ്റ് മുണ്ട് 899. നമ്മുടെ സിൽവറിൻ്റെ സാരി, സിൽവറിൽ ടിഷ്യൂവിൽ സിൽവർ കളറ് 999. ഇപ്പോൾ ഒത്തിരി പേര് പുറത്തുനിന്ന് വന്ന സമയമല്ലേ, അത് കാരണം നമ്മൾ നേരത്തെ ഇറക്കി. അപ്പോൾ 999. ഇപ്പോൾ അതെന്നാണെന്നറിയാമ്പോൾ ഇപ്പോൾ ഒത്തിരി അങ്ങനെ പിള്ളേരൊന്നും പഠിക്കണില്ലാത്ത, അങ്ങനെ പിള്ളേരുടെ വെക്കേഷൻ നോക്കി വരാത്ത പിള്ളേരൊക്കെ വലിയവരായവരൊക്കെ വരുന്ന സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി പേര് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇത് ഗോൾഡൻ 799 799. ഇത് 1399 കേട്ടോ. ടിഷ്യൂലാണ് ഇത്. ടിഷ്യൂ അല്ലല്ലോ, അല്ല ടിഷ്യൂ അല്ലാത്ത കൂടിയ കേരള സാരി കേട്ടോ. 1399. നല്ല രസമല്ലേ ഇതിൻ്റെ ബോർഡറൊക്കെ കാണാൻ. എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ളതാണ്. ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാം. ഒരു കസവിൻ്റെ ബ്ലൗസ്, എന്തെങ്കിലും ബോട്ടിൽ ഗ്രീനോ മെറൂണോ, ഇത് കണ്ടോ ഉള്ളിലൊക്കെ ഇങ്ങനെ വർക്കും ഉണ്ട്. എന്തെങ്കിലും എടുത്തിട്ടുകൊണ്ടിരുന്നാൽ മതി. എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാരി. ഒത്തിരി വെറൈറ്റി ആട്ടോ, ഇഷ്ടംപോലെ സാരിയുണ്ട്. ഇത് കണ്ടോ, ആനക്കുഞ്ഞാണെങ്കിലും അരിക്കൊമ്പൻ. അതിൻ്റെ ബ്ലൗസ് എന്നാ 1099 രൂപയുള്ളൂ കേട്ടോ. ഈ അരിക്കൊമ്പനെ ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ, നല്ല സാരി. ഇപ്പം ഇങ്ങനെ ഒട്ടിക്കിടക്കണേ അത്. ഇപ്പം ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ വണ്ണമുണ്ട്, ഒട്ടിക്കിടക്കുമ്പോൾ എൻ്റെ ഫീച്ചേഴ്സൊക്കെ മെല്ലിച്ചവരും അവർക്ക് ഒട്ടിക്കിടക്കുമ്പോൾ അവർക്ക് കൊടുക്കാറ് മെല്ലിച്ചവർക്ക് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഇന്നലെ മാരിയറ്റിലിങ്ങനെ വാലൻ്റൈൻ അല്ല അതൊന്നല്ലേ ആഘോഷിക്കാൻ ചുമ്മാ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചേർന്ന് നടക്കണം, വണ്ണമുള്ളവരും ഒക്കെ. അങ്ങനെയൊന്നും ആരും ഇപ്പം ബോധേടല്ല. അവനും അത് എനിക്ക് വണ്ണമാണ്, ഞാനിപ്പോഴും പറഞ്ഞ പോലെ എനിക്ക് വണ്ണാണേ അല്ല. വണ്ണം കുറയാനൊന്നുമില്ലേ ശ്രമിക്കണം, അല്ലെങ്കിൽ ചുമ്മാ വണ്ണാണേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ചെയ്യണ്ടേ. എന്നോട് ഞാൻ തന്നെ ചോദിക്കുക, തീറ്റ കുറയ്ക്കുകയോ ഇല്ല, എന്നിട്ട് എപ്പോഴും വണ്ണാണേന്ന് പറയും. നമുക്ക് അവരൊന്നും അതിനെപ്പറ്റി. ഇപ്പോൾ ഫോറിൻ സ്റ്റൈലായില്ലേ നമ്മളിവിടെ. മറ്റുള്ളവരെന്ത് പറയണോ അവനവന് കംഫോർട്ടായ ഡ്രസ്സിട്ട് അടിച്ചു കൊടുക്കുക. ടൂറും ഇതും ഒക്കെ അല്ല, ഇച്ചിരി ബോധമൊക്കെ വെച്ച് തുടങ്ങിയില്ല നമുക്കൊക്കെ. കുറേ സാരി ഉണ്ട് കേട്ടോ ഇതിൻ്റെ വെറൈറ്റി. അടിപൊളി സാരീസാണ്. റേറ്റ് ഇത്രയേ ഉള്ളൂ, 1099 1099 രൂപയുള്ളൂ. വെറൈറ്റി നോക്കിയെടുത്തു. ഒത്തിരിയൊന്നുമില്ല, പല ഡിസൈനുകളാണ്. അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചാം. കൺഫ്യൂഷൻ കാരണം പല മോഡൽ എടുക്കാം. ഏതെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഒരെണ്ണം തന്നെ പറഞ്ഞാൽ കിട്ടില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കിട്ടും. വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് ആഗ്രഹിക്കണ സാധനം കിട്ടുമേ. വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് പഠിക്കാൻ. എന്നെ പോലെ വെബ്സൈറ്റ് അറിയില്ല അങ്ങനെ നോ അറിയില്ല അങ്ങനത്തെ വാക്ക് പറയരുത്. എനിക്ക് സമയം കിട്ടുന്നില്ല. സമയം മനുഷ്യൻ ഉണ്ടാക്കണ്ടേ അല്ലേ? ബാക്കിയുള്ള കാര്യത്തിനൊക്കെ എനിക്ക് സമയമുണ്ട്. വെബ്സൈറ്റ് പഠിക്കണം.
മൊബൈലിൽ കുത്താൻ അറിയാമെങ്കിൽ നമ്മളെല്ലാം പഠിക്കേണ്ടത്. അടിപൊളി സൂപ്പർ സാരീസാണ്. 1099 രൂപയുള്ളൂ. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇനി നമ്മൾ വീഡിയോ ഇട്ടേക്കണ റീസ്റ്റോക്കാണ്. പക്ഷേ ഇതിനെന്നും ഡിമാൻഡാണ്. ഇതിൻ്റെ ഡിമാൻഡ് പറയണ്ട. നമ്മുടെ തന്നെ ഹാപ്പി കസ്റ്റമറിൽ ഒരു കൊച്ചിട്ടേക്കണത് എന്ത് രസമാണ്. ഇത് വള്ളേറിട്ട് ഈ കോട്ടയിലെ ക്രോഷ്യോ വർക്കാട്ടോ. കോട്ടയിലെ ക്രോഷ്യോ വർക്കാണ്. ഇത് കണ്ടോ, ഈ കാണാവുന്ന ഹാൻഡ് വർക്കാണെന്ന് ഓർക്കണേ. ക്രോഷ്യോ വർക്ക് അപ്പടിയും. ഇത് മുന്താണിയാട്ടോ. ഇങ്ങനെ ഫുള്ള് ഈ സാരിക്ക് ക്രോഷ്യോ വർക്ക്. എത്ര ദിവസം? 2 ദിവസം ഇരിക്കണം. ഈ കോട്ട മെറ്റീരിയലിൽ 2 ദിവസം ഒരാളിരുന്നാലാണ് ഇത്രയും ക്രോഷ്യോ. നമ്മുടെ നാട്ടിൽ 2 ദിവസം കൊണ്ടൊന്നും ഇത് ചെയ്തു തരില്ല. അവർക്ക് സ്ഥിരം നിത്യത്തിലുള്ള ഫിയാസി ആനയും എടുക്കും എന്ന് പറഞ്ഞ പോലെ അവർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുള്ളുണ്ട് കേട്ടോ. അത് മുഴുവൊക്കെ ബോർഡറിലൊക്കെ കാണും. അപ്പോൾ ഇത് രസമുള്ള കളേഴ്സും. ഇതിങ്ങനെ കോട്ടയാട്ടോ, കോട്ടയാന്ന് ഓർക്കണം. അല്ല 1299 1299. നല്ല കളേഴ്സുമാണ്. നല്ല സാരി. കോട്ടയാന്ന് നോക്കണം. കോട്ടനല്ല, മഞ്ഞയുടെ ഫോട്ടോ എടുത്തോ. ഇതിൻ്റെ ഇതൊക്കെ എടുത്തു. കോട്ടയെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ തരൂന്നൊക്കെ ഞെക്കി ദൈവത്തിന് അറിയാൻ ഫോട്ടോ കിട്ടിയുണ്ട്. മേക്കോ വീക്കോ എന്നുള്ള ഫോട്ടോ ഇങ്ങനെ ഓടിക്കും കേട്ടോ. സൂപ്പർ സംഭവമാണ്. കുഞ്ഞു വന്നാലേ അവരെ കൊണ്ട് നന്നായിട്ട് നിർത്തി ഫോട്ടോ എടുക്കും. ഞാൻ പിന്നെ എൻ്റെ എടുത്ത ഫോട്ടോ ഒന്നും നോക്കാറില്ല. കുഞ്ഞു അതെല്ലാം ചെക്ക് ചെയ്യിക്കും. അവരെ ശരിക്കും ഫോട്ടോഗ്രാഫറാക്കും, ട്രെയിൻ ചെയ്യിക്കും. എൻ്റെ അമ്മയെ ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ തന്നെ പിന്നെ കാണുമ്പോൾ ഞാൻ പേടിച്ചു. അത് കാരണം അവരെൻ്റെ മേക്കോ കീക്കോ എന്നൊക്കെയുള്ള ഫോട്ടോ എടുക്കണം. നല്ല റാണി പിങ്ക് അടിപൊളി കളേഴ്സാണ്. മുന്തിരി കളറ്. വില എത്രയേ ഉള്ളൂ കേട്ടോ. 1299 ഉള്ളൂ. ബ്ലൂ കളറ്. എല്ലാവരും നമ്മുടെ സ്വർണ്ണക്കടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ആ കടയെ നന്നായിട്ട് കണ്ട് അതിൽ നല്ല സക്സസ് ആയി അതെല്ലാം ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പാടില്ല ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ആ കട കിട്ടിയെന്ന്. അപ്പോൾ ഒന്ന് പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം വിലയേറിയതായിട്ട് കരുതും. വിശ്വാസോദം എല്ലാവരും എനിക്ക് വാട്സപ്പിലിട്ടിട്ട് മോഹൻലാലിനെയാണോ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് ചിരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ പണ്ടേ ചുമ്മാ പറയുമായിരുന്നു. ചുമ്മാതല്ല, ഞാനൊരു കാലത്ത് സ്വർണ്ണക്കട തുടങ്ങുന്നു പണ്ട് പറയുമായിരുന്നു. എല്ലാവരും ഞാൻ കട തുടങ്ങാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അതെപ്പോഴും പണ്ട് പറയണേല്ലേ. ഞാൻ മറന്നുപോയായിരുന്നു പറഞ്ഞത്. അതുപോലെ ഇതും പറഞ്ഞുകൊണ്ടിരുന്ന മോഹൻലാലിന് ഇങ്ങനെ വന്ന് ഉദ്ഘാടനം ചെയ്താലോ നമുക്ക് പറയാൻ പറ്റുമല്ലോ. നമുക്ക് ആഗ്രഹിക്കാം. കുറേ പേര് ആമയം പറഞ്ഞ് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ശശികല ടീച്ചറൊക്കെ ആമയം പറഞ്ഞ് ഏറ്റെടുത്തിട്ടുണ്ട്. വിശ്വാസത്താൽ ആമയം പറയാനൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുമല്ലേ. ഇത് കണ്ടോ, നമ്മുടെ ലിനൻ സാരി വേണ്ടായപ്പോൾ എല്ലാം തീർന്നു കേട്ടോ. നമുക്ക് റീസ്റ്റോക്കാണ് ലിനൻ സാരി. ഇതാണ് ബ്ലൗസ് പീസ്. പ്ലെയിൻ വന്നിട്ടിങ്ങനെ 1299 തന്നെയല്ലേ. 1299. നല്ല സുഖമാണ്. ചൂടൊന്നുമില്ല. ഈ ഒരു എലഗൻ ലുക്കാണ് ലിനൻ സാരിക്ക്. $1299 സൂപ്പർ സാരിയാണ്. അടിപൊളി.
1299 നല്ല വാട്ടോ. ബ്ലൗസ് പീസ് ആ പ്ലെയിൻ വന്നിട്ട് ബോർഡർ. നല്ല സാരിയോ, ചൂടുമില്ല, കണ്ടാലും ഉടുത്താലും നല്ല സുഖം. $1,299. കുറേ പ്രിൻ്റ് ഉണ്ട്. $129. അടിപൊളി. ഇഷ്ടംപോലെ ബ്ലൂവും ഇൻഡിഗോ ബ്ലൂവും ബ്ലാക്കും ദൂരുവാ. അപ്പം ഇത് നന്നായിട്ട് ചിലവാകും. ഇതിൻ്റെയും ബ്ലൗസൊക്കെ പ്ലെയിൻ തന്നെയാണ് കേട്ടോ. അല്ല, ഇതിൻ്റെ പ്രിൻ്റാട്ടോ, ബ്ലൂവിൻ്റെ ഒക്കെ പ്രിൻ്റാണ്. പ്രിൻ്റ് തന്നെ, ഇതിൻ്റെ പ്രിൻ്റല്ലേ. സെയിം തന്നെ റണ്ണിങ് ആണോ? ഇതാ ബ്ലൗസ് പീസ് സെയിം തന്നെ റണ്ണിങ്. വേറെ ഇതിന് വേറെ സെപ്പറേറ്റ് പീസൊന്നും വെച്ചിട്ടില്ല. 1299. ഉള്ളിങ്ങനെയാട്ടോ. ആ, ഈ സെയിം പ്രിൻ്റ് അല്ലല്ലോ ബ്ലൗസ് പീസ് വന്നേക്കണേ. അല്ല, ബ്ലൗസ് ഡിഫറെൻ്റ് പ്രിൻ്റാട്ടോ. ബ്ലൗസ് ഇങ്ങനെ മാങ്ങയാണ്, ഇവിടെ ചതുര ഡിസൈൻ. പ്രിൻ്റ് ബ്ലൗസാണെന്നേ ഉള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ ഇതാട്ടോ ഡിസൈൻ. $1,299. വേണ്ട, ടിഷ്യൂവിൽ ഫ്ലോറൽ പ്രിൻ്റ്. 999 ഉള്ളൂ. സൂപ്പർ സാരി. നമുക്ക് വിഷുവിന് കൊടുക്കാം, ഓണത്തിന് കൊടുക്കാം, കുറേ ഉടുത്ത് കഴിയുമ്പോൾ വെട്ടി സ്കേർട്ടും ബ്ലൗസും ഹാഫ് സാരി ഒക്കെ ആക്കാം. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന് എന്നായിരുന്നു 2 കാര്യം എന്നാ? നെയ്യപ്പം തിന്നാൽ എന്നാ, ഒന്ന് വിശപ്പ് മാറും, ഒന്ന് മുടിയെ തൂക്കാം എണ്ണ അല്ലേ? അതാണ്. അതുപോലെ അവർക്കൊക്കെ പഴമൊഴികളൊക്കെ അറിയാം. എനിക്കറിയാവുന്ന അവർക്കറിയാവുമെന്ന് ഞാൻ ചെക്ക് ചെയ്താ. ന്യൂജന് വല്ല ബോധമുണ്ടെന്ന് അറിയണ്ട. ഇന്നാൾ കഴിഞ്ഞ ദിവസം കണ്ടോ നിങ്ങൾ വാട്സപ്പിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പടം കാണിച്ചിട്ട് ഒറ്റയെടുത്തിന് പേര് പറയാൻ അറിയാൻ പാടില്ല. അയ്യോ, എന്തെല്ലാം പേരത് കേട്ട് തലയിൽ കുത്തി കിടന്ന് ചിരിക്കും. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങൾ. നല്ല സാരികളാട്ടോ. 999 ഉള്ളൂ. കണ്ടോ, അടിപൊളി സംഭവമാണ്. ബ്ലൗസ് പീസ് എന്നാ നോക്കണ്ടേ? ബ്ലൗസ് പീസ് റണ്ണിങ് തന്നെയാണ് അല്ലേ? റണ്ണിങ് തന്നെയാണ്. പക്ഷേ ഇതിൽ ഏതെങ്കിലും കളർ ബ്ലൗസ് ഇട്ടാൽ മതി, ബ്ലൂവോ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇട്ടും. 999. ഇനി കോട്ട, ഇത് റീസ്റ്റോക്ക് ആട്ടോ. എംബ്രോയ്ഡറി വ്യത്യാസമുള്ളൂ, നേരത്തെ കാണിച്ചതിൻ്റെ. 1199. ഇത് ഫുൾ എംബ്രോയ്ഡറി തന്നെയാട്ടോ. ഇതിൻ്റെ ഹാഫ് എംബ്രോയ്ഡറി വന്ന് ഇരിപ്പുണ്ട്, അത് അടുത്ത വീഡിയോയിൽ. ഫുൾ ആദ്യം കാണട്ടെ.
ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. ഇവിടെ ഈ അകത്തേട്ട് പോണ പീസാണ്. എവിടെ വരെയൊക്കെ എംബ്രോയ്ഡറി ഉണ്ടെന്ന് നോക്കാം. ഇതേ ഇങ്ങനെ ചുറ്റും അടിയിലിങ്ങനെ വരും. പ്ലെയിൻ ബ്ലൗസ് പീസ്. ഇതിൻ്റെ തന്നെ ഈ പ്ലെയിൻ ബ്ലൗസ് പീസ് 1199. കാണുന്നിടം ഉള്ളപ്പടി മേളപ്പടി ഫുൾ എംബ്രോയ്ഡറിയാണ്. 1199 ഉള്ളൂ. പിന്നെ നമ്മുടെ സാരി ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഒരു കാര്യം കേട്ടോ, നമ്മൾ റീഫണ്ട് കൊടുക്കൂല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരു പീസ് ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഞങ്ങളും ഇങ്ങനെ ഓൺലൈനിൽ എടുക്കണേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കണ അങ്ങനെ ആയിരിക്കില്ല, പക്ഷേ ഇത് ബെറ്റർ തന്നെയാണ്. അപ്പോൾ മാറി എടുക്കണമെങ്കിൽ ഇങ്ങനെ മാറിയൊക്കെ എടുക്കാം, പക്ഷേ പൈസ നമ്മൾ റീഫണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ എടുത്താൽ മതി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിലും നമ്മുടെ കടയിലൊന്നും ഒരു ചുരിദാർ എടുത്തു ഇഷ്ടപ്പെട്ടില്ല, വീട്ടിൽ കൊണ്ടുപോയി മാറി വേറെ അതനുസരിച്ച് എടുക്കുക. ഞങ്ങൾക്കും അങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ നമുക്ക് ഓൺലൈൻ അയച്ചു എന്തെങ്കിലും ഇതുണ്ടോ, ഞങ്ങൾക്ക് ഇതിനെ തിരിച്ചു കൊടുക്കാനും പറ്റൂല. ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ മാറുള്ളൂ. എന്നാലും വേറെ സെറ്റ് തന്നെ, അല്ലാണ്ട് പൈസയൊന്നും തിരിച്ചു തരില്ല. അങ്ങനെയാണ് ബിസിനസ്സിൻ്റെ തുണിയുടെ കച്ചവടമൊക്കെ. അപ്പോൾ റീഫണ്ട് എന്ന് പറഞ്ഞാൽ റീഫണ്ട് ഇല്ല, പകരം എന്തെങ്കിലും എടുക്കണം. അപ്പോൾ എന്നിട്ട് റീഫണ്ട് ചോദിക്കുമ്പോൾ റീഫണ്ട് ഇല്ല, ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊരു കമൻ്റ് എഴുതി ഓൺലൈൻ വീഡിയോയിൽ അങ്ങിടും, അല്ലെങ്കിൽ ഒരു ലൈവ് അങ്ങ് വന്നാൽ മതി, നിങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് തീർപ്പിക്കാൻ പറ്റും. ഏതാ ചോദിച്ചിട്ട് പറയണയാ. അല്ല, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് നിങ്ങൾ റീഫണ്ട് തരാത്തത്? യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുണി എടുത്താൽ മതി. യേശുവിൻ്റെ നാമത്തിലാണ് സ്വർഗീയ പിതാവ് നമ്മളെ അനുഗ്രഹിച്ചേക്കണേ. അതിനെ റിജക്റ്റ് ചെയ്യണ്ട. ആ അനുഗ്രഹമൊക്കെ നമ്മുടെ കുടുംബത്തിൽ വാഴട്ടെ. ഞാനിങ്ങനെ യേശുവിനെ കൊണ്ട് ജീവിക്കണ വ്യക്തിയായിട്ടുള്ള സത്യം പറയാം. യേശു ഇല്ലാണ്ട് എനിക്കൊരു സെക്കൻഡ് പോലും എനിക്ക് ഇതില്ല. നമ്മളിങ്ങനെ ജീവിച്ചു പോകണമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. വേറെ അല്ല, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കമൻ്റ് ഇടും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പേടിപ്പിക്കണേ. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ മോശമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. അത് കാരണം ആദ്യമേ പറഞ്ഞേക്കാം റീഫണ്ട് ഇല്ലെന്ന്. നല്ല സിൽക്കി കോട്ടയിലാട്ടോ, നല്ല സാരിയാ. 1199 ഉള്ളൂ. ഇതിൻ്റെ ഡിസൈൻ ഇച്ചിരി വ്യത്യാസം. 28 മിനിറ്റായോ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ? ഇപ്പം കാണിക്കാം. എനിക്ക് സ്പീഡ് കുറഞ്ഞു. ഒക്കെ ഭയങ്കര സ്പീഡാണ്. സൂപ്പർ ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി കേട്ടോ. എന്നാ സോഫ്റ്റായിട്ട് എന്നാ കളറാ. മഞ്ഞ നീല് ഇവിടെ നോക്കിയൊക്കെ അമ്മ എന്ത് ഭംഗിയാണ്. ഇതിൻ്റെ വില കേൾക്കുമ്പോൾ നിങ്ങളിത് അപ്പടി ഇപ്പം എടുക്കും. 799 രൂപയുള്ളൂ. ഇതാണ് ബ്ലൗസ് പീസ്. 799 ഉള്ളൂ. അടിപൊളി സാരി. അടിപൊളി സംഭവമാണ്. ബ്ലൗസ് പീസ് ഇത്. ബ്ലൗസ് പീസ് എന്ത് ചെയ്തില്ല? ഈ മുന്താണി, ഈ ബനാറസ്, ഇങ്ങനെ ഇത് തന്നെ ബ്ലൗസ് പീസ്. നല്ല സാരി കേട്ടോ, സോഫ്റ്റ്. ഇത് രസ കളറ്. 799 രൂപയുള്ളൂ. ഇപ്പം മഞ്ഞ ഭയങ്കര ഫാഷനാണ്. നല്ലൊരു മഞ്ഞ. ഞാൻ ഇട്ടേക്കണ മഞ്ഞയിൽ നല്ലതല്ല, ഞാൻ ലെമണല്ലോ ഇട്ടെ. എല്ലാവരും പറഞ്ഞു ഞാൻ നാരങ്ങ പോലെ ഇരിക്കുന്നത്. എവര് പറയും കണ്ടിട്ട്. എനിക്ക് എല്ലാം ഭയങ്കര ചേർന്ന കളറാണ്, ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. നമുക്ക് ഫേസിന് ഭയങ്കര കളർ കിട്ടും. യെല്ലോയും ഓറഞ്ചും ഒക്കെ ഫൗണ്ടേഷൻ ബേസ് ഇട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ മേളിൽ മേക്കപ്പ് ചെയ്യണം. നമ്മൾ ഇരുണ്ട് പോവില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് അത് അത്ര യോജിക്കും. നമുക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യണം. യെല്ലോ സാരി അങ്ങനെ തന്നെയായിരിക്കും. യെല്ലോയും വാടാമുല്ല കളറും. ബ്ലൗസ് ഇത് തന്നെ. 799 ഉള്ളൂ എന്ന് ചിന്തിക്കണം കേട്ടോ. അതുകൂടെ കാണിക്കാം, പെട്ടെന്ന് കാണിക്കാം. ഇതേ ബോട്ടിൽ ഗ്രീനും യെല്ലോ ഇത്.
ഇത് ബ്രാസോ സാരി. കുറച്ച് നാളായില്ലേ നമ്മൾ ബ്രാസോ ഇട്ടിട്ട്. വേണ്ട വേണ്ട നോക്കിയേ. 790 ഉള്ള ഇത് ബ്രാസോ സാരി. എല്ലാവർക്കും ഇഷ്ടം, കൊടുത്താലും നല്ല. ഇതാട്ടോ അതിൻ്റെ ബ്ലൗസ് പീസ്. ഇതാണ് ബ്ലൗസ് പീസ്. 790 ഉള്ളൂ. നല്ല ഗ്രീൻ. ഇങ്ങനെ ഒറിജിനൽ സോഫ്റ്റായ സിൽക്ക് കിട്ടിയെങ്കിൽ ഒടിയോ ഒട്ടുകയോ ഇല്ല. ഇതാ ബ്ലൗസ് പീസ്. വണ്ണം കുറവൊക്കെ തോന്നിയാണ്. ആഷ് നല്ല കോപ്പറൂടെ വന്നപ്പം ഗ്രാൻഡ് ലുക്കില്ലേ. ഇതാട്ടോ ബ്ലൗസ് പീസ്. ആഷല്ലേ അത്? അതെ, ആഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഖം ചോദിക്കാൻ നമുക്ക് മുന്തിരി കളർ ബ്ലൗസ് പീസ്. 790 ഉള്ളേ. നേവി ബ്ലൂ ബ്ലൗസ് പീസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഷെയറൊക്കെ ചെയ്തേരാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശുഭ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.